നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല വിഷുവർഷ ആശംസകളോടുകൂടി നമ്മുടെ പുതിയ വീഡിയോ ആരംഭിക്കുകയാണ്. 2026 വിഷുവർഷ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അശ്വതി മുതൽ തിരുവാതിര വരെയുള്ള നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പറയുന്നത് പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ചാണ്. ഈ വിഷു വർഷത്തിൽ പുണർതം നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് അവരെ കാത്തിരിക്കുന്നത്, എന്തൊക്കെ നേട്ടങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത്, എന്തൊക്കെ അവർ ശ്രദ്ധിക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാമ്പത്തിക നില, കുടുംബം, വിവാഹം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ പരിഹാരങ്ങൾ, ഒരു വീട്, ഭൂമി ഇടപാടുകൾ, വാഹനം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നു. ആദ്യം തന്നെ നമുക്ക് സാമ്പത്തികത്തിൽ നിന്ന് തുടങ്ങാം. എല്ലാവർക്കും അത്യാവശ്യമായ കാര്യം സാമ്പത്തികമാണല്ലോ. സാമ്പത്തികപരമായി നമുക്ക് നേട്ടമുണ്ടെങ്കിലേ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മൾ സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി തന്നെയാണ് പറയുന്നത്. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ കൊയ്യുന്ന വർഷമായിരിക്കും ഈ 2026 പുണർതം നക്ഷത്രക്കാർക്ക്. വരുമാന വർധനവുണ്ടാകും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നാണ് നിങ്ങൾക്ക് വരുമാനം ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഒരു സ്ഥലത്ത് നിന്നല്ല, നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്ന്. നിങ്ങൾ ഔദ്യോഗികമായി ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് സൈഡായി എന്തെങ്കിലുമൊക്കെ പണം മറ്റ് സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് ഈ 2026 തുടങ്ങുന്ന വിഷു വർഷം. കടബാധ്യതകൾ നിങ്ങൾക്ക് തീർക്കാൻ കഴിയും. നിങ്ങളെ നാളിതുവരെ അലട്ടിക്കൊണ്ടിരുന്ന പഴയ കടബാധ്യതകളിൽ നിന്നും ഒരു മോചനം ലഭിക്കുന്നതിനുള്ള സാമ്പത്തികമായ നേട്ടം കൈവരിക്കുവാനും ഈ വർഷത്തിൽ സാധിക്കും. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് നാളേക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നിക്ഷേപം നടത്തുവാനും പറ്റിയ സമയമാണ്. കടബാധ്യതകൾ ഒഴിയുമ്പോൾ പല സ്രോതസ്സുകളിൽ നിന്നും നിങ്ങളുടെ കയ്യിലേക്ക് വരുമാനം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നിക്ഷേപം എന്ന് പറയുന്ന ഒരു കാര്യവും ചെയ്യാൻ കഴിയും. അത് ഓഹരി വിപണിയെപ്പറ്റി പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അതിൽ ചെയ്യാം. ഇല്ലെങ്കിൽ സ്വർണത്തിലോ മ്യൂച്വൽ ഫണ്ടുകളോ പോസ്റ്റ് ഓഫീസോ ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാൻ കഴിയുന്ന ഒരു വർഷമാണ്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ധനം ഈ പുണർതം നക്ഷത്രക്കാർക്ക് തീർച്ചയായും മെച്ചം വരുന്ന ഒരു കാലമാണ്. വലിയ തുകകൾ പക്ഷേ നിങ്ങൾ കടം കൊടുക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഒന്നിലും കൊണ്ടുവന്ന് പണമിടരുത്. ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ സാമ്പത്തികപരമായ കാര്യങ്ങൾ ചെയ്യരുത്. കൃത്യമായി അറിയാത്ത അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞു കേട്ട ബിസിനസ്സുകളൊന്നും ചെയ്യാൻ ശ്രമിക്കരുത്. കടം കൊടുക്കാനോ അല്ലെങ്കിൽ ജാമ്യം നിൽക്കുവാനോ തയ്യാറാകാതെയും കൂടി ഈ വർഷം നിങ്ങൾ സൂക്ഷിക്കണം. സാമ്പത്തികം വളരെ അനുകൂലമായ വർഷമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. 2026 വിഷുക്കാലം പുണർതം നക്ഷത്രക്കാർക്ക് വിജയത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും തുടക്കമായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിലെ അനിശ്ചിതത്വങ്ങൾ മാറി ജീവിതത്തിന് ഒരു വ്യക്തമായ ദിശ ലഭിക്കുന്ന വർഷമാണിത്. നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ തൊഴിൽ മേഖലയെ പറ്റിയാണ് ഇനി പറയുന്നത്. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ധാരാളം അവസരങ്ങൾ ലഭിക്കും. അത് സൂക്ഷ്മമായി പരിശോധിച്ച് നിങ്ങൾക്ക് മെച്ചമെന്ന് തോന്നുന്നത് സ്വീകരിക്കുക. വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് അവരുടെ വിസ സംബന്ധമായ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ സാധ്യതയുള്ളൊരു കാലമാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റവും അംഗീകാരങ്ങളുമൊക്കെ തീർച്ചയായും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ്. സാമ്പത്തിക സ്രോതസ്സുകൾ ഈ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ തന്നെ പുതിയ അവസരങ്ങൾ ധാരാളമായി ലഭിക്കുന്നതിനൊപ്പം തന്നെ സാമ്പത്തിക നേട്ടവും നിങ്ങൾക്ക് ലഭിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായ ഉന്നതി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് കുടുംബത്തിലെ സമാധാനം. അങ്ങനെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു അന്തരീക്ഷം സംജാതമാകും. അവിവാഹിതർക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകുന്ന ഒരു വിഷു വർഷങ്ങൾ കൂടിയാണിത്. നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ വിവാഹം തീർച്ചയായും നടക്കാൻ അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. ചില മംഗളകാര്യങ്ങളുടെ നേതൃത്വം വഹിക്കുവാനും നിങ്ങൾക്ക് സാധ്യമാകും. പിണക്കത്തിലായിരുന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും. നിസ്സാരമായ പല കാര്യങ്ങളിലും അല്ലെങ്കിൽ ആശയപരമായ പല കാരണങ്ങൾ കൊണ്ടും നിങ്ങളുമായി തെറ്റിപ്പിരിഞ്ഞിരുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ
നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്കൊപ്പം ചേരാൻ വരുന്നൊരു സാഹചര്യമാണ്. അവരെല്ലാവരും നിങ്ങളോടുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ തയ്യാറാകും. നിങ്ങൾക്ക് ഈ വർഷം വളരെ വലിയ ഭാഗ്യങ്ങളും ധനവും നേട്ടവും ഐശ്വര്യവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ കയ്യിലേക്ക് സമ്പത്ത് വരുമ്പോൾ മാത്രമേ ഈ പിണക്കത്തിലായിരുന്ന പല ബന്ധങ്ങളും നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയ പലരും തിരിച്ചെത്തുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായും പണം വരുന്ന ഈ സമയത്ത് നമ്മളിൽ നിന്നും അകന്നു പോയവരൊക്കെ നമ്മോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാവും. അവരിൽ ആരെ ചേർത്ത് നിർത്തണം, ആരെ നിലനിർത്തണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അവരിൽ നിന്ന് നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെ അപഗ്രഥിച്ച് വിലയിരുത്തി ആ ബന്ധങ്ങൾ, ഇനി വീണ്ടും വരുന്ന ബന്ധങ്ങൾ നിലനിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അത് നിങ്ങളുടെ മാത്രം താല്പര്യം. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷുവർഷം. എങ്കിലും ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ ഒഴിവാക്കുവാൻ നിങ്ങൾ ഭക്ഷണക്രമത്തിൽ തീർച്ചയായും ശ്രദ്ധിക്കണം. ജൂൺ മാസത്തിലെ വ്യാഴ മാറ്റത്തിന് ശേഷം നിങ്ങൾക്ക് മാനസികമായി കൂടുതൽ ഉന്മേഷം അനുഭവപ്പെടും. കാരണം പൊതുവെ ഈ വ്യാഴം അനുകൂല സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ധനപരമായ പല കാര്യങ്ങളിലും മെച്ചം ഉണ്ടാകാൻ തുടങ്ങും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയെ തന്നെ മാറ്റും. നമുക്ക് മാനസികമായും ശാരീരികമായും വലിയൊരു ഊർജം ലഭിക്കും. നമ്മുടെ എല്ലാ പ്രവൃത്തി മേഖലകളും തളർന്നു കിടന്ന എല്ലാ പ്രവർത്തനങ്ങളും പെട്ടെന്ന് മെച്ചപ്പെട്ട് ഉന്മേഷത്തോടു കൂടി മുന്നോട്ട് പോകും. ഒരു ജീവിതത്തിൽ ഒരു പുതിയ ഊർജം അനുഭവപ്പെടും. അത് ഈ ജൂൺ മാസം കഴിയുന്നതോടുകൂടി, അല്ലെങ്കിൽ ജൂൺ മാസം തുടങ്ങിയ ഒരു പകുതി കഴിയുന്നതോടുകൂടി പ്രകടമായി നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരുന്ന ഒരു സമയം കൂടിയാണ്. ജൂൺ മാസത്തിൽ വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക്, അതായത് ഉച്ചത്തിലേക്ക് മാറുന്നത് പുണർത നക്ഷത്രക്കാർക്ക് വലിയ ഭാഗ്യങ്ങൾ നൽകും എന്ന കാര്യം മനസ്സിലാക്കുക. ഇത് ധനപരമായും തൊഴിൽപരമായും നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾക്ക് കാരണമാകും എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഒന്നുകൂടി എടുത്തു പറയുകയാണ്. കണ്ടകശനിയുടെ പ്രഭാവം ഈ സമയത്ത് വ്യാഴം ഉച്ചത്തിലേക്ക് വരുമ്പോൾ കണ്ടകശനിയുടെ പ്രഭാവം കുറച്ചൊന്ന് കുറയും. അത് നിങ്ങൾക്ക് വളരെ ആശ്വാസം നൽകും. അങ്ങനെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നേരത്തെ ഉണ്ടായിരുന്ന മന്ദത കുറച്ചൊന്ന് മാറും. നിങ്ങൾ കുറെ കൂടെ ഫ്രീ ആവും. അപ്പം ഈ വ്യാഴവും കൂടെ അനുകൂലമായ ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ശനിയുടെ പ്രഭാവം, കണ്ടകശനിയുടെ പ്രഭാവം കൂടി കുറയുമ്പോൾ നമ്മൾ അതുവരെ പിടിച്ചു നിർത്തിയിരുന്നതിൽ നമ്മളിങ്ങനെ തടഞ്ഞു നിർത്തിയിരുന്ന ചില കാര്യങ്ങൾ അയവ് വരുമ്പോൾ നമുക്കൊരു മുന്നോട്ട് കുതിക്കാനുള്ളൊരു പവർ കിട്ടുമല്ലോ. അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ചിട്ട് ആ ഗ്രഹസ്ഥിതിയിലെ മാറ്റങ്ങൾ ഈ സമയത്ത് അനുഭവത്തിലേക്ക് വരുന്നത്. കൂടാതെ ഡിസംബറിൽ സംഭവിക്കുന്ന രാഹു കേതു മാറ്റം, ആ രാശി മാറ്റം, അത് ചിലർക്ക് യാത്രകൾക്കും സ്ഥാനചലനങ്ങൾക്കും എല്ലാം വഴിയൊരുക്കും. അതായത് നിങ്ങൾക്ക് ദീർഘമായ യാത്രകൾ ചിലപ്പോൾ നടത്തേണ്ടി വരും. അത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, തൊഴിലുമായിട്ട്, ബിസിനസ്സുമായിട്ട്, ഔദ്യോഗികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ദീർഘമായ യാത്രകൾക്കും സ്ഥാനചലനങ്ങൾ, അതൊരിക്കലും താഴേക്കല്ല എന്നുകൂടി മനസ്സിലാക്കുക, മുകളിലേക്കുള്ള ചലനങ്ങൾ, അതായത് ഉന്നതിയിലേക്ക്, ഉന്നത സ്ഥാനങ്ങളിലേക്ക് മാറുവാനും കൂടി അനുഗ്രഹീതമായൊരു ഗ്രഹസ്ഥിതിയാണ് ഈ വിഷുവർഷത്തിൽ പുണർതം നക്ഷത്രക്കാർ കാത്തിരിക്കുന്നത്. ഇനി ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൂടി നിങ്ങൾ പോകണം. അതായത് പ്രധാന തീരുമാനം എടുക്കുമ്പോൾ മുതിർന്നവരുടെയോ ആ മേഖലയിൽ വിദഗ്ധമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരുടെയോ, അതായത് വിദഗ്ധരുടെയോ ഉപദേശം നിങ്ങളൊന്ന് തേടണം. അനാവശ്യമായ തർക്കങ്ങളിലും വഴക്കുകളിലും ഒന്നും ചെന്ന് ചാടരുത്. കാരണം ഭാഗ്യം നമ്മളെ മുട്ടി വിളിക്കുന്ന, മാടി വിളിക്കുന്ന, നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ആ ഭാഗ്യം നേടുവാൻ വേണ്ടി മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാലേ നമുക്ക് ഈ സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ. അതേസമയം ഭാഗ്യം പടിവാതിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിൽ വഴക്ക്, കേസ്, കോടതി, അടി പിടി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഗ്യത്തിനെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഭാഗ്യം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതോടുകൂടി നമ്മുടെ കാര്യം തീരുമാനമാകും. അത് പ്രത്യേകം ഈ പുണർത നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. അനുകൂല കാലഘട്ടമാണ്, പക്ഷേ ഈ അനുകൂലതയെ നമ്മളായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു വീട് സ്വപ്നം കണ്ടിരുന്ന പുണർത നക്ഷത്രക്കാർക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം നടപ്പിൽ വരുത്തുവാൻ, സാക്ഷാത്കരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വിഷു വർഷമാണിത്. വർഷത്തിൻ്റെ പകുതിയോടുകൂടി, അതായത് ജൂൺ മാസത്തിന് ശേഷം വീട് നിർമ്മാണം ആരംഭിക്കുവാനോ പൂർത്തിയാക്കി താമസം മാറാനോ ഉള്ള യോഗം നിങ്ങൾക്കുണ്ട്. അതിനു വേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായും നടക്കും.
മനഃപൂർവ്വമായി ഇറങ്ങണം. ഇപ്പോൾ കയ്യിൽ പണമില്ല എന്ന് കരുതി ഇരിക്കരുത്. വ്യക്തമായ ഒരു പ്ലാൻ നമ്മളുണ്ടാക്കി അതിനു വേണ്ടിയുള്ള ഫണ്ട് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നമ്മളൊരു വ്യക്തമായ പ്ലാനോടുകൂടി നമ്മൾ നടന്നു കഴിഞ്ഞാൽ, ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ കഴിയും. കാരണം ഒരു വീട് അനുഭവത്തിൽ വരാൻ പറ്റിയ ഒരു അനുകൂല സാഹചര്യം ഈ വിഷുവർഷത്തിലുണ്ട്. ആ സമയത്ത് നമ്മൾ ഇറങ്ങിയാൽ അത് നടക്കും. അതുപോലെ നിലവിലുള്ള വീട് പുതുക്കി പണിയാനോ മോടി പിടിപ്പിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വരും. പിന്നെ വസ്തുവോ ഭൂമിയോ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. വിൽക്കാതെ മുടങ്ങിക്കിടന്നിരുന്ന വസ്തുവോ ഭൂമിയോ ഇപ്പോൾ നല്ല വിലയ്ക്ക് വിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമാണ് ഈ വിഷുവർഷം. അതുപോലെ പുതിയ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കുവാനും തീർച്ചയായും ഈ വിഷുവർഷം സാധ്യമാകും. കൂടാതെ വാഹന ഭാഗ്യം തെളിയുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷം. പുതിയ വാഹനം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പുതിയ വാഹനം, അത് 2 വീലറോ 4 വീലറോ, അത് ഓരോരുത്തരുടെയും ആവശ്യം, അവരുടെ ജീവിതത്തിന് എന്താണോ അത്യാവശ്യം ആ ആവശ്യം മുൻനിർത്തി ആഗ്രഹിച്ച് അത് സ്വന്തമാക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ, നേരത്തെ നിങ്ങൾ പലപ്പോഴും ശ്രമിച്ചിട്ട് നടക്കാതിരുന്നത് പല തടസ്സങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് ധനം വരത്തില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായി വളരെ മെച്ചമുള്ള ഒരു വിഷുവർഷമാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ അത് ആഗ്രഹിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ ഇതിന് ഏറ്റവും കൂടുതൽ അനുകൂലമായ ഒരു സമയമാണ്. ആ സമയത്ത് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമാക്കാൻ കഴിയും. ദീർഘദൂര യാത്രകൾക്ക് സാധ്യതയുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അത് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വേണമെങ്കിലും സാധ്യമാകുന്ന ഒരു സമയമാണ് എന്നുകൂടി മനസ്സിലാക്കുക. എന്നാൽ വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധാപൂർവം വേണം നിങ്ങൾ ഉപയോഗിക്കുവാൻ. രാത്രി കാലങ്ങളിൽ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. തൊഴിൽ മേഖലയെപ്പറ്റി വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്. തൊഴിൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. ഉദ്യോഗസ്ഥർക്ക്, അത് സർക്കാർ മേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും അവിടെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സ്ഥാനമാറ്റമോ പ്രമോഷനോ ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കുവാൻ തീർച്ചയായിട്ടും കഴിയും. കാരണം നിങ്ങളുടെ പ്രവർത്തന മികവിന് അംഗീകാരം തീർച്ചയായും ലഭിക്കും. പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. തൊഴിൽ രഹിതർക്ക് ജൂൺ മാസത്തിൽ തന്നെ ശ്രമിച്ചാൽ ഒരു മികച്ച ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അത് വലുതാണോ ചെറുതാണോ എന്ന് നിങ്ങൾ നോക്കി നിൽക്കരുത്. ആദ്യം ലഭിക്കുന്ന അത്യാവശ്യം നല്ലൊരു ജോലിയാണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കണം. കാരണം ഒരു തൊഴിൽ നമുക്ക് ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു സമയത്ത് നമ്മെ ആദ്യം തേടി വരുന്നത് ഒരു ചെറിയ തൊഴിലായിരിക്കും. നമ്മളതിനെ കൈതട്ടി കളയരുത്. വലുത് വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. വലുത് നിങ്ങൾക്ക് വരും. എപ്പോഴാണ് നിങ്ങൾ ആദ്യം ആ ചെറിയ തൊഴിലിലേക്ക് ഇറങ്ങുക, നിങ്ങൾക്ക് ലഭിച്ച ആ ചെറിയ ജോലിയിലേക്ക് ഇറങ്ങി അത് ചെയ്തുകൊണ്ടിരിക്കെ നിങ്ങൾക്ക് വീണ്ടും പുതിയ അവസരങ്ങൾ തേടാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് വലിയ അവസരങ്ങൾ വന്നു ചേരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ തൊഴിലിന് പകരം നിങ്ങൾ അത് മാറ്റിവെച്ച് നിങ്ങൾക്ക് വലിയ അവസരങ്ങളിലേക്ക് പോകാം. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. അതാണ് പ്രധാനമായിട്ടും. തൊഴിൽ ഇപ്പോഴില്ലാതെ, വരുമാനമില്ലാതെ നിൽക്കുന്ന ചെറുപ്പക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കടന്നു പോകാനുള്ള വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഏത് മാന്യമായ ഒരു തൊഴിലായാലും അത് ചെറുതാണെങ്കിൽ പോലും നിങ്ങളത് ചെയ്യണം. അതിൽ നിന്ന് നിങ്ങളുടെ വസ്ത്രങ്ങൾ വാങ്ങാൻ, യാത്രാ ചെലവിന്, നിങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ, നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കഴിക്കാനുള്ള ഫുഡിൻ്റെ പൈസ, ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടെത്താൻ കഴിയും. അങ്ങനെ നിങ്ങൾ ശ്രമിക്കണം. അല്ലാതെ ഇത് കിട്ടിയതൊരു വളരെ ചെറിയ തൊഴിലാണ്, ഇതിൽ വളരെ ചെറിയ വേതനമേ എനിക്ക് ലഭിക്കുന്നുള്ളൂ, അതുകൊണ്ട് എനിക്കിത് വേണ്ട, വലുത് വരട്ടെ എന്ന് കാത്തിരിക്കരുത്. ആദ്യം വരുന്ന തൊഴിൽ നിങ്ങൾ സ്വീകരിക്കുക. അതിൽ നിന്ന് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ വലിയ തൊഴിലുകളിലേക്ക് പോകുക. വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുണർന്ന നക്ഷത്രക്കാർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വിഷുവർഷത്തിൽ അത് സാധ്യമാകും. ഇനി വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ട്, ശ്രമിക്കണം എന്ന് വിചാരിച്ചിരുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. തീർച്ചയായിട്ടും സഫലീകരിക്കും. നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്ന ഒരു വിഷു വർഷം തന്നെയാണിത്. പുണർന്ന നക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴമായതിനാൽ വ്യാഴം ഉച്ചസ്ഥിതിയിൽ വരുന്ന ഈ വർഷം
നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകും എന്ന് പ്രത്യേകമായി വീണ്ടും പറയുകയാണ്. എങ്കിലും കർക്കിടകക്കൂറിൽ വരുന്ന പുണർന്ന നക്ഷത്രക്കാർക്ക് ചെറിയ തോതിൽ കണ്ടക ശനി ദോഷം ഉള്ളതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാനെയോ ഭജിക്കുന്നത് നിങ്ങളുടെ കാര്യതടസ്സങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഇത് കർക്കിടകക്കൂറിൽ വരുന്ന പുണർന്ന നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് പുണർന്ന നക്ഷത്രക്കാർ, അത് ഏത് കൂറിലുള്ളവരായാലും ശരി തന്നെ, അവർക്ക് വളരെ നല്ലതാണ്. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നതും നീരാഞ്ജനം സമർപ്പിക്കുന്നതും നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങളുടെ വഴിത്താരയിൽ വരുവാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ മാറും. തടസ്സങ്ങളൊക്കെ നീങ്ങുവാനായി സഹായിക്കും. ശാസ്താവിനെ ഭജിക്കുക, ശാസ്താക്ഷേത്രത്തിൽ പോകുക, ശനിയാഴ്ചകൾ നീരാഞ്ജനം ചെയ്യുക, ഇങ്ങനെയുള്ളതെല്ലാം ഏതെങ്കിലും ശുഭകരമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ജോലിക്കോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങുമ്പോൾ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൂടുതൽ ശുഭകരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മിഥുനം കർക്കിടക രാശികളിൽ വരുന്ന പുണർതം നക്ഷത്രക്കാരുടെ ഈ വിഷുവർഷ ഫലം. നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് കൂടുതലായും ഉള്ളത്. നിങ്ങൾക്ക് നല്ല മാറ്റം വരും. നിങ്ങളുടെ സാമ്പത്തിക മേഖല, തൊഴിൽ രംഗം, കർമ്മ മേഖലകൾ, നിങ്ങളുടെ ജീവിതം, ആരോഗ്യം, കുടുംബം, സാമൂഹ്യ ബന്ധങ്ങൾ, സൗഹൃദ വലയം ഒക്കെ വളരെ മെച്ചപ്പെട്ട ഒരു വർഷമായി ഈ വിഷുവർഷം വരികയാണ്. ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നല്ല പ്രവർത്തികൾ ചെയ്യുക. സൽപ്രവർത്തികൾ ഭാഗ്യം വരുവാൻ വളരെയധികം അനുകൂലമായ ഒരു ഘടകമാണ്. അശരണര്, പാവപ്പെട്ടവർ, സാധുമൃഗങ്ങൾ, പക്ഷിമൃഗാദികൾ എല്ലാവർക്കും നിങ്ങളാൽ കഴിയുന്ന, നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളമേ കൊടുക്കാൻ പറ്റുമോ, പച്ച വെള്ളമേ കൊടുക്കാൻ പറ്റുള്ളെങ്കിൽ അത് കൊടുക്കുക. ദാനധർമ്മങ്ങൾ ചെയ്യുക. ആഹാരം കൊടുക്കാൻ, വിശപ്പിന് ആഹാരം കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുക്കുക. നമ്മുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 1 രൂപ ദാനം ചെയ്യാം. 100 രൂപ ഉണ്ടെങ്കിൽ 5 രൂപയെങ്കിലും ദാനം ചെയ്യുക. 10 കൊടുത്തില്ലെങ്കിൽ 5എങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കൂ. കാലഭൈരവനെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കണം നിങ്ങൾ. എല്ലാ നക്ഷത്രക്കാരോടും ഞാനത് പറയാറുണ്ട്. കാരണം കാലദോഷങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാലദോഷങ്ങൾ നമ്മളെ ചക്രശ്വാസം വലിപ്പിക്കും ചില സമയങ്ങളിൽ. അപ്പോൾ ഈ കാലദോഷങ്ങൾ മാറ്റുവാൻ കാലഭൈരവനേക്കാൾ വലിയൊരു ശക്തി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. കാലഭൈരവൻ എന്നാൽ മഹാദേവനാണ്, പരമശിവനാണ്, സംഹാരമൂർത്തിയാണ്. പ്രസാദിച്ചാൽ ഇതിനപ്പുറം ഇനി ഒന്നും കിട്ടാനില്ല. അപ്പോൾ കാലദോഷങ്ങളെ മാറ്റുന്ന കാലഭൈരവനെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുക. കാലഭൈരവ ക്ഷേത്രങ്ങളിൽ പോവുക, അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങളിൽ പോവുക, അവിടെ എന്തെങ്കിലും വഴിപാടുകൾ നൽകുക. പിന്നെ കാലഭൈരവനെ പ്രീതിപ്പെടുത്തുവാനായി ഏറ്റവും ലളിതമായ മാർഗം എന്ന് പറയുന്നത് നായകളെ സംരക്ഷിക്കുക. നായകൾക്ക് ആഹാരമോ വെള്ളമോ കൊടുക്കുക. തെരുവ് നായകളെ ഉപദ്രവിക്കാതിരിക്കുക, കൊന്നൊടുക്കാതിരിക്കുക, വിഷം കൊടുക്കാതിരിക്കുക. അവയെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഒരെണ്ണത്തിനെങ്കിലും, ഒരു കുഞ്ഞിനെയെങ്കിലും എടുത്ത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താൻ കഴിയുമെങ്കിൽ അതൊരു വലിയ പുണ്യമാണ്. കാരണം കാലഭൈരവൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചകൾക്ക് നിദാനമായി മാറും. നിങ്ങൾക്കതിന് സാധ്യമാകില്ലെങ്കിൽ നിങ്ങൾ വഴിയെ സഞ്ചരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട തെരുവ് പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. ഒരു നേരത്തെ ആഹാരമെങ്കിലും കൊടുക്കുക. അതിനെ കല്ലെറിയാതെയോ കാലടിച്ചൊടിക്കാനോ ഒന്നിനും പോകാതിരിക്കുക. ഇത് നമ്മുടെ കേരളത്തിൽ പൊതുവേ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. മൃഗങ്ങളെ, ഈ തെരുവ് മൃഗങ്ങളെ അങ്ങ് തല്ലിക്കൊല്ലുകയാണ്. കാര്യം അതിന് കിടക്കാനൊരിടമില്ല, കഴിക്കാൻ ആഹാരമില്ല, കുടിക്കാൻ വെള്ളമില്ല. അത് മനുഷ്യനെ ആക്രമിക്കുന്നു എന്നാണ് പൊതുവെ പറയുന്നത്. സത്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കണം. മനുഷ്യനോട് ചെയ്യുന്ന ക്രൂരതയുടെ 10,000-ലൊരംശമെങ്കിലും തെരുവ് നായ്ക്കൾ മനുഷ്യനോട് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. നിങ്ങൾ ഈ കൊല്ലും തിന്നും എന്ന് പറയുന്ന ആൾക്കാർ സ്വയം ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ച് നോക്കുക. നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനോട്, മനുഷ്യ സ്ത്രീകളോട്, മനുഷ്യ കുഞ്ഞുങ്ങളോട്, മാതാപിതാക്കളോട്, മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട് മനുഷ്യർ ചെയ്യുന്ന ക്രൂരതയുടെ 10,000-ലൊരംശം എവിടെയെങ്കിലും ഒരു തെരുവ് നായ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ സ്വത്തിനെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ബാങ്ക് ബാലൻസിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ വസ്തുവകകളെ ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു തെരുവ് നായ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നുണ്ടോ? കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ ചെയ്യുന്നത് മനുഷ്യനാണ്. സ്വത്തിന് വേണ്ടി, അന്യൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, അന്യൻ്റെ ഭർത്താവിന് വേണ്ടി, അന്യൻ്റെ സമ്പത്തിന് വേണ്ടി, വീടിന് വേണ്ടി, വാഹനത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, സർവത്ര കാര്യം അവൻ ആഗ്രഹിക്കുന്ന നടക്കാൻ വേണ്ടി അവൻ ആരെ ഉന്മൂലനം ചെയ്യും. അതാണ് മനുഷ്യൻ. അതൊന്നും ഇവിടുത്തെ തെരുവ് നായകൾ ചെയ്യുന്നില്ല. തെരുവ് നായകൾ ചെയ്യുന്നത് എന്താണ്?
നിവർത്തികേട് കൊണ്ട് വിശന്ന് വലഞ്ഞ് പട്ടിണി കിടന്ന് സഹികെട്ട് ഉപദ്രവം, അടിയും എറിയും കൊണ്ട് അതിന് ഒരു സ്ഥലത്ത് സമാധാനമായിട്ട് നിൽക്കാൻ പോലും കഴിയാതെ ഈ കൊടും വേനലിൽ ഭീകരമായ ഒരു അരക്ഷിതാവസ്ഥയിൽ കഴിയുമ്പോൾ അത് നിവർത്തികേട് കൊണ്ട് അതിനെ ഉപദ്രവിക്കുന്നവനെ നോക്കി കുരയ്ക്കും, അല്ലെങ്കിൽ പ്രതികരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സഹികെട്ട് കയറി ആക്രമിക്കാൻ ശ്രമിക്കും. അത് അതിൻ്റെ പ്രതിരോധമാണ്. പ്രകൃതി അതിന് കൊടുത്തിരിക്കുന്ന അതിജീവനത്തിന് വേണ്ടിയാണ് അത് പോരാടുന്നത്. അതിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഈ ഭൂമിയിൽ ഒരു കാരണവുമില്ലാതെ, അതായത് തൻ്റേതല്ലാത്ത കാരണത്താൽ ജനിച്ച ഒരു സാധുമൃഗം അതിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി നടത്തുന്ന വെറും ഒരു പോരാട്ടം മാത്രമാണ് അതിൻ്റെ പ്രതിരോധം. അതിനെയാണ് നമ്മളൊരു പട്ടി കുരയ്ക്കുകയാണെങ്കിൽ, ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ചുമ്മാ നിൽക്കുന്ന ആൾക്കാർ പോലും വെറുതെ പോകുന്ന ഒരു പട്ടിയെ കല്ലെടുത്തെറിയുന്നു, അത് റോഡ് സൈഡിൽ നിന്ന് ജീവൻ പേടിച്ച് ഓടി റോഡിലേക്ക് ചാടുന്നു, അതുവഴി വരുന്ന വാഹനം ഇടിക്കുന്നു, അത് മരണപ്പെടുന്നു. എന്തൊരു ക്രൂരത! എന്ത് ചെയ്യുന്നവർ! അപ്പോഴും നമുക്ക് തോന്നും, ഓ അവൻ മഹാനാണ്, അവന് ഒരുപാട് പണമുണ്ട്, അവൻ ഒരുപാട് വലിയ ഉദ്യോഗസ്ഥനാണ്, അവൻ ജില്ലാ കളക്ടറാണ്, അല്ലെങ്കിൽ മണിമാളികളിൽ വസിക്കുന്നവനാണെന്ന്. പക്ഷേ അവന് ഇല്ലായ്മ ചെയ്യപ്പെടും, അത് യാതൊരു സംശയമില്ല. എവിടെയാണ് അവൻ ഇല്ലായ്മ ചെയ്യുന്നത്? അവൻ ഒരു ദിവസം കൊണ്ട് മരണപ്പെടില്ല, അവൻ്റെ കുടുംബം നശിക്കും. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളായിരിക്കും അവൻ്റെ കുടുംബത്തിനെ കാത്തിരിക്കുന്നത്. അവൻ്റെ പ്രായപൂർത്തിയായ മക്കൾ, യൗവനയുക്തരായ കുഞ്ഞുങ്ങൾ വാഹനാപകടത്തിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ് മരിക്കും. അത് വെറുതെ പറയുന്നതല്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലുള്ളത് പഠനം നടത്തിയിട്ടുണ്ട്. ഞാനത് പലരോടും പറഞ്ഞിട്ടുമുണ്ട്. ഈ ക്രൂരത ചെയ്യുന്നവൻ ഒറ്റയടിക്ക് ചാവില്ല. അവൻ്റെ കുടുംബത്തിലെ എല്ലാ ദുരന്തങ്ങളും കണ്ട് അനുഭവിച്ച് കണ്ണീര് പൊഴിച്ച് വെള്ളം ഇറങ്ങാതെ അവൻ ചാവും. ഇത് സത്യത്തിൽ ഒരു ജ്യോതിഷ ചാനലിൽ പറയേണ്ട ഒരു കാര്യമല്ല. ഞാനൊരു ഭയങ്കര മൃഗസ്നേഹി ആയി പറയുന്നതല്ല. നമ്മുടെ ജീവിതം, നമ്മുടെ സ്രഷ്ടാവ് നമുക്കൊപ്പമാണ് ഈ പ്രകൃതിയിലെ എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനായുള്ള അവകാശമുണ്ട്. അപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറയും തെരുവ് നായകളെ പറ്റി മാത്രം പറയുന്നു, മറ്റ് പക്ഷി മൃഗാദികളെയൊക്കെ മനുഷ്യൻ ആഹാരത്തിന് വേണ്ടി കൊല്ലുന്നില്ലേ, തിന്നുന്നില്ലേ എന്ന് ചോദിക്കും. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. തെരുവ് നായകളെ സ്നേഹിക്കുന്നു എന്നൊരു ആക്ഷേപം വരുമ്പോൾ ഉന്നയിക്കുന്നത്, മനുഷ്യൻ ഏതെങ്കിലും ഒരു ജീവിയെ സത്യസന്ധമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അവന് പ്രതിഫലം കിട്ടാത്ത ഏതെങ്കിലും ഒന്നിനെ അവൻ സ്നേഹിക്കുമോ? അവനൊരു പശുവിനെ വളർത്തിയ, ഒരു ആടിനെ വളർത്തിയ, ഒരു പോത്തിനെ വളർത്തിയാൽ അവന് വരുമാനം കിട്ടുന്നത് വരെ മാത്രമേ അവനതിനെ വളർത്തുകയുള്ളൂ. അതുവരെ കണ്ണേ പൊന്നെ തേനെന്നും പറഞ്ഞ് ആശുപത്രി കൊണ്ടുപോയി അതിന് മരുന്നും വാങ്ങി പോഷകാഹാരങ്ങളെല്ലാം കൊടുത്ത് അതിൻ്റെ ശരീരത്തിലെ മാംസത്തിനെ വലുതാക്കി അവന് അതിൽ കിട്ടും ധനത്തിൻ്റെ ഒരു അളവ് അവൻ കണക്കാക്കി ആ സമയത്ത് അവൻ അതിനെ കൊല്ലാൻ വേണ്ടി വിൽക്കും, എന്നിട്ടത് തിന്നും. പട്ടികളെയും പൂച്ചകളെ അല്ലെങ്കിൽ ഈ പാവപ്പെട്ട അനാഥ മൃഗങ്ങളെയൊന്നും വളർത്തിയിട്ട് അവന് വരുമാനം കിട്ടുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? വരുമാനമില്ലാത്തതിനെ മനുഷ്യൻ സ്നേഹിക്കില്ല. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ തെരുവ് നായകളെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല? വളർത്ത മറ്റു മൃഗങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. മനുഷ്യന് പണം കിട്ടുന്ന ആദായമുള്ള എന്തിനെ മനുഷ്യൻ സ്നേഹിക്കും? അത് സ്വന്തം മാതാപിതാക്കളായാലും ശരിയാണ്, മക്കളായാലും കുടുംബാംഗങ്ങളായാലും അമ്മയായാലും അച്ഛനായാലും ആരായാലും ശരിയെന്നെ. നമുക്കവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ മനുഷ്യൻ അവനെ സ്നേഹിക്കും. എപ്പോഴത് നിലയ്ക്കുമെന്ന് തോന്നുന്നു അന്ന് സ്വന്തം അച്ഛനെ അമ്മയായാലും ശരിയാണ്, മക്കളെയായാലും ശരിയാണ്, ആരായാലും ശരിയാണ്, പടിയടച്ച് പിണ്ടം വയ്ക്കും, അവഗണിക്കും, അല്ലെങ്കിൽ കൊലപ്പെടുത്തും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതുകൊണ്ടാണ് നമ്മുടെ മനുഷ്യ സമൂഹം രക്ഷപ്പെടാത്തത്. ഈ കൊടും ക്രൂര കൃത്യങ്ങൾ എന്ന് മനുഷ്യൻ അവസാനിപ്പിക്കുന്നു അന്ന് മാത്രമേ അവൻ രക്ഷപ്പെടൂ. ഇത് എവിടെയാണ് അവസാനിക്കുന്നതെന്നറിയാമോ? ഇന്ന് ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം എൻ്റെ തലമുറകളാണ് അനുഭവിക്കുന്നത്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എൻ്റെ മുൻ തലമുറകൾ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ്. അതെനിക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷേ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ അടുത്ത തലമുറകളെയെങ്കിലും നമ്മുടെ കർമ്മഫലത്തിൻ്റെ പാപം ചുമന്ന് നരകയാതന അനുഭവിച്ച് ജീവിച്ച് മരിക്കുന്നവരാക്കാതിരിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ഈശ്വരനെ ഭജിക്കുന്നതിനൊപ്പം തന്നെ ആരെയും ദ്രോഹിക്കാതിരിക്കുക, ആരുടെയും കണ്ണീര് വീണ പണം സ്വന്തമാക്കാൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും ഈ പുണർനക്ഷത്രക്കാരെന്നല്ല എല്ലാവർക്കും ഈ ലോകത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും സമ്പത്തും ഒക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.